മൂന്നാം സെമസ്റ്റർ പൊളിറ്റിക്കൽ സയൻസിലെ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്ന പുസ്തകത്തിലെ 101 മുതലുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. 101 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആൻസർ ഡി ആണ്. ആർട്ടിക്കിൾ 263 സംസ്ഥാനങ്ങൾ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. 102 പ്ലാനിംഗ് കമ്മീഷനിലെ അഥവാ ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങൾക്ക് തുല്യ പദവിയാണ്. ആരുടെ അതേ പദവിയാണ് ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങൾക്ക് ഉള്ളത്? ആൻസർ എ. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരുടെ അതേ പദവിയാണ് ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങൾക്ക് ഉള്ളത്. 103 താഴെ നൽകിയവയിൽ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഉണ്ടാക്കിയ കമ്മീഷൻ ഏതാണ്? ഭരണഘടനാ തീരുമാനപ്രകാരം അല്ലാതെ ഉണ്ടാക്കിയ കമ്മീഷൻ ഏതാണ്? ആൻസർ എ ആണ്. പ്ലാനിംഗ് കമ്മീഷൻ ഭരണഘടനയിൽ പ്രതിപാദിക്കാതെ ഉണ്ടാക്കിയ കമ്മീഷനാണ്. 104 പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരിക്കും? ആൻസർ സി. പ്രൈം മിനിസ്റ്ററാണ്. അതാത് കാലത്തെ പ്രധാനമന്ത്രിമാരാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ. 105 ഇന്ത്യൻ ഭരണഘടന ഒരു പാർലമെൻ്ററി സിസ്റ്റം പിന്തുടരുന്നു. എന്തുകൊണ്ടാണ് ഒരു പാർലമെൻ്ററി സിസ്റ്റം പിന്തുടരുന്നു എന്ന് പറയാനുള്ള കാരണം? ആൻസർ ഡി ആണ്. എക്സിക്യൂട്ടീവിന് ലെജിസ്ലേറ്ററിനോട് ഉത്തരവാദിത്തമുണ്ട്. അഥവാ ഏതെങ്കിലും ഒരു സഭ മാത്രം തീരുമാനിച്ചതുകൊണ്ട് നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം കാണാൻ കഴിയില്ല. അതുകൊണ്ട് രണ്ട് വിഭാഗവും കൂടി തീരുമാനിച്ചാലേ കാര്യങ്ങൾ തീരുമാനമാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഒരു പാർലമെൻ്ററി സിസ്റ്റം പിന്തുടരുന്നു എന്ന് പറയാം. 106 ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. ഏതടിസ്ഥാനത്തിലാണ് ഒരു റിപ്പബ്ലിക് രാജ്യമാണ് എന്ന് പറയുന്നത്? ആൻസർ എ ആണ്. നമ്മുടെ രാജ്യത്തിൻ്റെ തലവനെ തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമാണ് എന്ന് പറയുന്നത്. 107 ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ സി ആണ്. പ്രസിഡന്റ്. അതാത് കാലത്ത് പ്രസിഡന്റുമാരാണ് ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനെ നിയമിക്കുന്നത്. 108 ഏത് പ്രമേയത്തിലൂടെയാണ് ഇന്ത്യ ഗവൺമെൻറ് ആസൂത്രണ കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുന്നത്? ആൻസർ എ ആണ്. 1950 പ്രത്യേകമായ ചില പ്രമേയങ്ങളിലൂടെ പാസാക്കിയാണ് ഇന്ത്യ ഗവൺമെൻറ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത്. 109 താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയല്ലാത്തത് ഏതാണ്? ആൻസർ ഡി ആണ്. പ്രസിഡൻഷ്യൽ അല്ല. ഇന്ത്യൻ ഭരണഘടന ഒരു പ്രസിഡൻഷ്യൽ സംവിധാനം അല്ല. 10 ഇന്ത്യൻ ഭരണഘടനയിലെ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ള വാക്ക് ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ള വാക്ക് ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? ആൻസർ ബി ആണ്. US അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ആ വാക്ക് കടമെടുക്കുന്നത്. 111 ഭരണഘടനാ അസംബ്ലിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ബി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷൻ. 112 ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. അവിടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള വാക്ക് ഏത് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ സ്വീകരിച്ചത്? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള വാക്ക് ഏത് ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചതാണ്? ആൻസർ ഡി ആണ്. കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രയോഗം നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. 13 കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തിൻ്റെ പട്ടിക ഏത് ഷെഡ്യൂളിൽ ആണ് ഉള്ളത്? സംസ്ഥാനങ്ങൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ഏതൊക്കെയാണ്?
കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിഭജിച്ചിട്ടുണ്ട്. അത് ഏത് ഷെഡ്യൂളിലാണ് വിഭജിച്ചിട്ടുള്ളത്? ആൻസർ ഡി. 114. ഇന്ത്യൻ ഭരണഘടന എന്താകുന്നു? ആൻസർ എ ആണ്. ഇന്ത്യൻ ഭരണഘടന തത്വത്തിൽ നിയമത്തിൽ നിലവിൽ വന്ന ഒന്നാണ്. 115. പ്രവിശ്യാ തലത്തിൽ ഡയാർക്കി എന്നുള്ള നിയമം കൊണ്ടുവന്നത് ഏത് ആക്ട് പ്രകാരമാണ്? ഡയാർക്കി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡബിൾ ഗവൺമെൻറ് ആണ്. 2 ഗവൺമെൻറ് സംവിധാനം എന്നുള്ള രീതി കൊണ്ടുവന്നത് ഏത് ആക്ട് പ്രകാരമാണ്? ആൻസർ ബി ആണ്. 1919 ആക്ട് പ്രകാരമാണ് അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. 116. ഏത് ആക്ട് പ്രകാരമാണ് കേന്ദ്രത്തിൽ ഡയാർക്കി സംവിധാനം കൊണ്ടുവന്നത്? 1935 ആക്ട് പ്രകാരമാണ് കേന്ദ്ര തലത്തിൽ 2 ഗവൺമെൻറ് എന്നുള്ള സംവിധാനം കൊണ്ടുവന്നത്. ഒന്ന് പ്രവിശ്യകളിൽ, സാധാരണ സംസ്ഥാനങ്ങളിലെ ഭരണകൂടവും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തലത്തിലുള്ള ഭരണകൂടവും, ഇങ്ങനെ ഒരേ നാടിനെ അല്ലെങ്കിൽ ഒരേ സ്ഥലത്തെ 2 ഗവൺമെൻറ്റുകൾ നിയന്ത്രിക്കുന്ന സംവിധാനം കൊണ്ടുവന്നത് ഏത് ആക്ട് പ്രകാരമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? 1935 ആക്ട് പ്രകാരമാണ്. 117. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ സി ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. 118. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 1946 ജൂലൈ മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആൻസർ ബി. 119. മൊണ്ടേഗു ചംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ എ ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് മൊണ്ടേഗു ചംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ബി ആണ്. മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. 21. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസ് ഭരണഘടനയുടെ ലക്ഷ്യപ്രമേയം ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചത് എന്നാണ്? ആൻസർ 1947 ജനുവരി മാസത്തിലാണ് അംഗീകരിക്കുന്നത്. 122. ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ച ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരുന്നത് എത്ര അംഗങ്ങളായിരുന്നു? ആൻസർ സി 7 അംഗങ്ങളാണ് അതിലുണ്ടായിരുന്നത്. 123. ഇന്ത്യൻ ഭരണഘടന എത്ര ആർട്ടിക്കിളുകളാണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ സി 395 ആർട്ടിക്കിളുകളാണ് ഉൾക്കൊള്ളുന്നത്. 124. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് നിലവിൽ വന്നത് എന്നാണ്? ആൻസർ എ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. 125. തെരഞ്ഞെടുപ്പ് എന്ന തത്വം, രാജ്യത്ത് ഇലക്ഷൻ നടത്തണം എന്ന തത്വം ആദ്യമായി അംഗീകരിച്ച ആക്ട് ഏതാണ്? ആൻസർ ബി ആണ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നുള്ള ആക്ട് അനുസരിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളത് ആദ്യമായി അംഗീകരിക്കുന്നത്.